10-15 വർഷത്തിന് മുമ്പ് ഒരു കരൾ രോഗിയെ നിങ്ങൾ ഓപ്പറേഷൻ ചെയ്യുമ്പോഴും അതേ പേടി തന്നെ ഇന്നും കാണും? അതേ കുറച്ചുകൂടി ധൈര്യത്തിലാണോ നിങ്ങൾ അപ്രോച്ച് ചെയ്യുന്നത്? നമുക്ക് ഇപ്പം കുറേ അഡ്വാൻസ് മെഡിസിൻസ് ഉണ്ട്, ബ്ലഡ് പ്രോഡക്ട്സ് നമുക്ക് ഈസിലി ഇപ്പോൾ അവൈലബിൾ ആണ്. അതുകൊണ്ട് ഡെഫിനറ്റ്ലി സർവൈവൽ ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. ഇപ്പം നമ്മുടെ അനസ്തീഷ്യ സംവിധാനങ്ങൾ വളരെ വളരെ മെച്ചപ്പെട്ടിട്ടുണ്ട്. അതിനുശേഷമുള്ള മോണിറ്ററിങ് സംവിധാനം, അതായത് ഇൻറ്റൻസിവിസ്റ്റ്. മുൻപൊക്കെ അനസ്തീഷ്യ ഡോക്ടർമാർ തന്നെയായിരുന്നു ഓപ്പറേഷന് ശേഷമുള്ള പരിചരണവും മുൻകൈ എടുത്ത് നോക്കിയിരുന്നത്. പക്ഷേ ഇപ്പോൾ എസ്പെഷ്യലി നമ്മുടെ ജി ഹോസ്പിറ്റലിൽ ഓപ്പറേഷൻസിന് ശേഷമുള്ള ഇൻറ്റൻസീവ് കെയർ കംപ്ലീറ്റ് ഡോക്ടർ ജിത്തുവിൻ്റെ നേതൃത്വത്തിൽ ഒരു വൻ എക്സ്പീരിയൻസ് ടീം തന്നെ സെപ്പറേറ്റ് ആയിട്ട് അവർ നോക്കുന്നു. അതിൽ തന്നെ സിറോസിസിൻ്റെ കോംപ്ലിക്കേഷൻസിനും അവർ മാനേജ് ചെയ്യുന്നുണ്ട്. സിറോട്ടിക് പേഷ്യൻസിന് നമ്മൾ ഒരു ടീമായിട്ട് ഓപ്പറേറ്റ് ചെയ്തതിന് ശേഷവും ഡോക്ടർ അശ്വതി ആയിരിക്കും അനസ്തീഷ്യ കൊടുക്കുന്നത്, പക്ഷേ നല്ലൊരു ഹാൻഡ് ഓവർ ഡോക്ടർ ജിത്തുവിനും ടീമിനും കൊടുക്കും. അതുകൊണ്ട് അനസ്തീഷ്യയിലും ക്രിട്ടിക്കൽ കെയറിലും വന്ന അഡ്വാൻസ്മെൻറ്റ്സ് ആണ് സർജൻസിനെ ഇപ്പോൾ കുറച്ചുകൂടി ധൈര്യപൂർവ്വം ഇങ്ങനെയുള്ള അസുഖങ്ങളെ നേരിടാനും ചികിത്സിക്കാനും പ്രാപ്തരാക്കും.